ചരിത്രത്തിലാദ്യമായി കേരളത്തിൽ നിന്നും പാർലമെൻറ്റിലേക്ക് ഒരു സീറ്റും എല്ലാ നിയോജക മണ്ഡലത്തിൽ നിന്നും കൂടുതൽ വോട്ടും നേടിയ BJP ഏറെ ആഹ്ലാദഭരിതരാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്നാൽ ഇപ്പോഴുണ്ടായ മുന്നേറ്റത്തിൻ്റെ ചുവട് പിടിച്ച് ഒരു വർഷത്തിനുള്ളിൽ നടക്കാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പും അതിനുശേഷം പിന്നെയും ഒരു വർഷത്തിനുള്ളിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഏറ്റവും കൂടുതൽ നേട്ടം കൈവരിക്കുവാനുള്ള ശ്രമത്തിലാണ് BJP നേതൃത്വം. എന്നാൽ ആദ്യം നടക്കുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിനേക്കാൾ കൂടുതൽ അതിനുശേഷം നടക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് തന്നെയാണ് BJP ദേശീയ നേതൃത്വം ഇപ്പോൾ മുന്നിൽ കാണുന്നത്. അതിനായി ഇപ്പോൾ മുതൽ ബൂത്ത് തലങ്ങളിലുള്ള പ്രവർത്തനം തുടങ്ങി വയ്ക്കുവാനാണ് പാർട്ടി ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. ദേശീയ പ്രസിഡന്റ് നദ്ദയടക്കമുള്ള ദേശീയ ഭാരവാഹികളെയും മന്ത്രിമാരെയുമെല്ലാം ഇതിൻ്റെ മേൽനോട്ടത്തിനായി കേന്ദ്ര നേതൃത്വം ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. BJPയുടെ ദേശീയ നേതൃത്വം നേരത്തെ തന്നെ മനസ്സിലാക്കിയതുപോലെ തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വടക്കേ ഇന്ത്യയിൽ തിരിച്ചടി ഉണ്ടായാലും ദക്ഷിണേന്ത്യയിൽ നിന്നും പരമാവധി സീറ്റുകൾ കരസ്ഥമാക്കി അതിനെയെല്ലാം പ്രതിരോധിക്കാം എന്നുള്ളതായിരുന്നുവല്ലോ. പക്ഷേ കേരളത്തിൽ നിന്നും ഒരു സീറ്റ് മാത്രമാണ് ലഭിച്ചതെങ്കിൽ പോലും അത് വലിയ നേട്ടമായി തന്നെ BJP കാണുകയുമാണ്. എന്നാൽ കൂടുതൽ നേട്ടം പ്രതീക്ഷിച്ച തമിഴ്നാട്ടിൽ നിന്ന് ഒരു സീറ്റ് പോലും ലഭിക്കാതിരുന്നത് പ്രതീക്ഷകൾക്ക് മങ്ങലേറ്റുവെങ്കിലും അവിടെ ഓരോ നിയോജക മണ്ഡലങ്ങളിലും പാർലമെൻറ്റ് മണ്ഡലങ്ങളിലും വലിയ മുന്നേറ്റമാണ് പാർട്ടിക്ക് നടത്താൻ വേണ്ടി സാധിച്ചത്. അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിലും വലിയ പ്രകടനം തന്നെ കാഴ്ചവയ്ക്കുവാനാണ് BJP ദേശീയ നേതൃത്വം ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. BJP ആകട്ടെ 2029 പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള നീക്കമാണ് ഇപ്പോഴേ തുടങ്ങിയിട്ടുള്ളത്. ഈ നേട്ടം കൈവരിക്കണമെങ്കിൽ ദക്ഷിണേന്ത്യയിലെ കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് പരമാവധി സീറ്റുകൾ നേടിക്കൊണ്ടാകുകയും വേണമെന്നുള്ളത് BJPക്ക് നല്ല നിശ്ചയവുമുണ്ട്. അത് സംഭവിക്കണമെങ്കിൽ വോട്ടർമാർ അതിനായി പാകപ്പെടുകയും വേണം. അതിന് BJPയുടെ പ്രാതിനിധ്യമുള്ള മന്ത്രിസഭ ഇവിടങ്ങളിൽ അധികാരത്തിൽ വരിക എന്നതാണ്. ആ ലക്ഷ്യം മുൻനിർത്തിയാണ് BJPയുടെ ഏറ്റവും തലയെടുപ്പുള്ള നേതാക്കളെ തന്നെ ഇപ്പോൾ തന്നെ രംഗത്തിറക്കി നിശ്ചയിച്ചിട്ടുള്ള അതാത് മണ്ഡലങ്ങളിൽ അവരെ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കുവാൻ തീരുമാനമായത്. പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികളുടെ വോട്ട് ബാങ്കിനെ തകർത്തുകൊണ്ട് വിവിധ ജാതിമത സമൂഹത്തിൻ്റെ വോട്ടുകൾ നേടി വിജയിച്ച സുരേഷ് ഗോപിയെ തന്നെ മുന്നിൽ നിർത്തിയുള്ള പ്രവർത്തന പദ്ധതിക്കാണ് മുൻതൂക്കം. അതിനുവേണ്ടി സുരേഷ് ഗോപിയെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടിയാവും ഇനിയുള്ള പ്രവർത്തനം. മാത്രമല്ല ശോഭാ സുരേന്ദ്രനെ പോലെ ജനസ്വാധീനമുള്ള നേതാക്കളെയും രാജീവ് ചന്ദ്രശേഖർ, EK ശ്രീധരൻ തുടങ്ങി കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിൽ ശ്രദ്ധേയമായ പ്രകടനം കാഴ്ചവെച്ചവരെയും മന്ത്രിമാരായി ഉയർത്തിക്കാട്ടിയാവും ഇനിയുള്ള പ്രചരണം. ഇനിയും കൂടുതൽ തലയെടുപ്പുള്ള ജനങ്ങൾക്ക് കൂടി സ്വീകാര്യമായ മുഖങ്ങളെയാകും അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ BJP അവതരിപ്പിക്കുക. രാഷ്ട്രീയത്തിനപ്പുറം പുതിയതായി സിനിമാ മേഖലയിൽ നിന്നും സാഹിത്യ മേഖലയിൽ നിന്നും ബിസിനസ് മേഖലയിൽ നിന്നും ശാസ്ത്രീയ ഉദ്യോഗസ്ഥ മേഖലയിൽ നിന്ന് പോലും പ്രഗത്ഭരായതും ജനങ്ങൾക്ക് സുപരിചിതമായിട്ടുള്ളവരെ BJP ഇനിയും അവതരിപ്പിക്കും. ഏത് വിധേയനെയും കേരള ഭരണം പിടിക്കുക എന്ന ലക്ഷ്യത്തിൽ ഇപ്പോൾ തന്നെ ഓരോ ബൂത്തിലും BJPയുടെ പ്രധാന ഭാരവാഹികളെ തന്നെ നിശ്ചയിച്ച് അവർക്ക് ഓരോരുത്തർക്കും വോട്ടർ പട്ടിക പരിശോധിച്ച് 50 പേർ വീതമുള്ള ചുമതലയാണ് ഇപ്പോൾ നൽകുക. അങ്ങനെ ഓരോ നിയോജക മണ്ഡലങ്ങളിലും ഇപ്പോൾ തന്നെ മുഴുവൻ സമയ പ്രവർത്തകരെയും നിശ്ചയിച്ച BJP ഇപ്പോൾ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ 1ാം സ്ഥാനത്തെത്തിയിടത്തും 2ാം സ്ഥാനത്തെത്തിയ സ്ഥലത്തും കൂടുതൽ പേരെ വെച്ച് പ്രവർത്തനം തുടങ്ങി വയ്ക്കുവാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. കുറെ കൂടി ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്ന് പ്രത്യേകിച്ച് ക്രൈസ്തവ സമൂഹത്തിൽപ്പെട്ട ആളുകൾക്ക് കൂടുതൽ അവസരം നൽകാൻ മണ്ഡലങ്ങളിലും ജില്ലാതലങ്ങളിലും സംസ്ഥാനങ്ങളിലും ചുമതലകൾ നൽകി അങ്ങനെയുള്ള പ്രവർത്തന പദ്ധതിയും തയ്യാറാക്കുന്നുണ്ട്. സുരേഷ് ഗോപിക്ക് പരമ്പരാഗത BJP വോട്ടിനപ്പുറം ഇത്തവണ SNDPയുടെയും മറ്റ് പിന്നോക്ക സമുദായങ്ങളുടെയും വോട്ടുകൾ കിട്ടിയോടൊപ്പം തന്നെ ക്രൈസ്തവ വോട്ടും അല്പസ്വല്പം മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള വോട്ടും ലഭിച്ചിരുന്നുവെന്നുള്ള പാർട്ടി തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ വിഭാഗങ്ങളിലും കൂടുതൽ ശ്രദ്ധയോടുകൂടിയുള്ള പ്രവർത്തനമാകും BJP കാഴ്ചവെക്കുക. അപ്പോൾ നിയമസഭാ തിരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കിയുള്ള പ്രവർത്തനത്തിൻ്റെ ആ ഓളത്തിൽ അതിനു മുൻപേ നടക്കുന്ന ഈ തദ്ദേശീയ തിരഞ്ഞെടുപ്പും കടന്നുപോകും. അതിലൂടെ കൂടുതൽ നേട്ടം പഞ്ചായത്ത് വാർഡുകളിലും മുനിസിപ്പൽ കോർപ്പറേഷൻ തലങ്ങളിലും അത് കൈവരിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് BJP ഇപ്പോൾ വിശ്വസിക്കുന്നത്.